മാനേജറിയൽ എക്കണോമിക്സിലെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി, അതേപോലെ ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്ന വേസ്റ്റ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന പാർട്ടും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വേസ്റ്റ് ഓർ എവിൾസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ വേസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നുകിൽ അതിനെ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്നും പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് അൺയൂസ്ഡ് കപ്പാസിറ്റി എന്നുള്ളത്. ഫസ്റ്റ് വൺ അൺയൂസ്ഡ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് എ ഫേംസ് ഈക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ഔട്ട്പുട്ട്. ഒരു ഫേമിൻ്റെ ഈക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഔട്ട്പുട്ടിനേക്കാളും കുറവാണ്. അപ്പോൾ അതെന്താണ്, അവിടെ അൺയൂസ്ഡ് കപ്പാസിറ്റി ആയിട്ടാണ് വരുന്നത്. ശരിക്കും കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺയൂസ്ഡ് കപ്പാസിറ്റി. ദെൻ രണ്ടാമത്തതാണ് വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. മൊണോപ്പൊളിസ്റ്റിക് ഫേം ഹാവ് ടു എക്സ്പെൻഡ് മോർ എമൗണ്ട് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റിനും വേണ്ടിയിട്ട് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് മൊണോപ്പൊളിസ്റ്റിക് ഫേം എന്ത് ചെയ്യുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് അറൈസസ് വെൻ ദി റിസോഴ്സസ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് അപ് ടു ദി മിനിമം പോയിന്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിലെ റിസോഴ്സസിനെ മിനിമം ആവറേജ് കോസ്റ്റ് കേർവിൻ്റെ അത്ര പോലും എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് അറൈസ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാലാമത്തത് ഇൻഎഫിഷ്യൻസിയാണ്. ഇൻഎഫിഷ്യൻസിയാണ്. ദാറ്റ് ഈസ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഇൻഎഫിഷ്യൻറ്റ് ഫേം. മൊണോപ്പൊളിസ്റ്റിക് ഫേമിൻ്റെ കേസിൽ ഒരുപാട് ഇൻഎഫിഷ്യൻറ്റ് ഫേമുകളുണ്ട്. പക്ഷെങ്കിൽ അവർ ആ ഒരു മാർക്കറ്റിൽ നിന്നും ലീവ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള സ്പേസ് അവിടെ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഎഫിഷ്യൻസി എന്നുള്ളതാണ് മറ്റൊരു വേസ്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കൺസ്യൂമേഴ്സ് ആർ ഹിപ്നോട്ടൈസ്ഡ്. ഓക്കെ, കൺസ്യൂമേഴ്സിനെ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട്, അതായത് അവർക്ക് എന്ത് ചെയ്യുന്നു, നല്ല ബൈ വേ ഓഫ് ബ്രാൻഡ് നെയിംസ് അല്ലെങ്കിൽ കളർ ഓർ പാക്കേജ് ഓർ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ, നല്ല ഡിസ്പ്ലേയും പാക്കേജുകളും ബ്രാൻഡുകളും കളേഴ്സും ഒക്കെ കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് കസ്റ്റമേഴ്സിന്. അത്തരത്തിൽ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റി നോക്കുന്നില്ല, ഹയർ പ്രൈസസ് കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ചീപ്പ് ഗുഡ്സുകൾ വാങ്ങിക്കേണ്ടി വരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് ആർ ഹിപ്നോട്ടൈസ്ഡ്. ഓക്കെ, ഇതാണ് മറ്റൊന്ന് വരുന്നത് വേസ്റ്റ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. അപ്പോൾ അൺയൂസ്ഡ് കപ്പാസിറ്റി, വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഎഫിഷ്യൻസി, കൺസ്യൂമേഴ്സ് ആർ ഹിപ്നോട്ടൈസ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഒന്നാമത്തത് മൊണോപ്പൊളിയുടെ കേസിൽ ദർ ആർ ഓൺലി വൺ സെല്ലർ ഓർ പ്രൊഡ്യൂസർ. ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മാത്രമേ മൊണോപ്പൊളിയുടെ കേസിലുള്ളൂ. എന്നാൽ ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഒരുപാട് സെല്ലേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാകും. നമ്മൾ സോപ്പ് മാനുഫാക്ചറിങ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനീസ് സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നു, ഇനി ടൂത്ത് പേസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഒരു മൊണോപ്പൊളിസ്റ്റിക് കമ്പനിയിൽ വരുന്ന ഫേമിൽ വരുന്നതാണ്. Then next second one ആണ്, in the case of monopoly there is no product differentiation. Product differentiation എന്തിലില്ല, ഈ ഒരു മൊണോപ്പൊളിയുടെ കേസിലില്ല. എന്നാൽ in the case of monopolistic competition there are product differentiation. Product differentiation ഉണ്ട് എന്നുള്ളതാണ്. Then next one ആണ്, മൊണോപ്പൊളിയുടെ കേസിൽ there is no competition. Okay, there is no close substitute goods, that is why there is no competition. But in the case of monopolistic competition there are some degree of competition. Okay, അവിടെ എന്തുണ്ട്, കോമ്പറ്റീഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൊണോപ്പൊളിസ്റ്റിക്കിൻ്റെ ഫേമിൽ വരുന്നത്. അതായത് ഒരേ പ്രോഡക്റ്റ് തന്നെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അവിടെ എന്ത് വരും, കോമ്പറ്റീഷൻ അറൈസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൊണോപ്പൊളിയുടെ കേസിൽ എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ്. പുതിയൊരു ഫേമിനെ ഇതിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുവാൻ പെട്ടെന്ന് സാധിക്കില്ല. എന്നാൽ ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ആർ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. പുതിയൊരു ഫേമിനെ പുതുതായിട്ട് വരുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ എക്സിറ്റ് അടിക്കുന്നതിനോ പ്രശ്നമില്ല എന്നുള്ളതാണ്.
ദെൻ നെക്സ്റ്റ് വൺ ആണ് മൊണോപ്പൊളിയുടെ കേസിൽ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ് ലെസ് ഇലാസ്റ്റിക് ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ് എന്താണ്, ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെല്ലിംഗ് കോസ്റ്റ് ഹാവ് നോ റോൾ ടു പ്ലേ. മൊണോപ്പൊളിയുടെ കേസിൽ സെല്ലിംഗ് കോസ്റ്റിന് വലിയ റോളൊന്നുമില്ല. എന്നാൽ ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ സെല്ലിംഗ് കോസ്റ്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. സെല്ലിംഗ് കോസ്റ്റിന് എന്തുണ്ട്, റോള് ഉണ്ട് എന്നുള്ളതാണ്. ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഈച്ച് ഫേം ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഡിപ്പെൻഡൻ്റ് അല്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയാലും മൊണോപ്പൊളിസ്റ്റിക് ആയാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് ഫ്രീ എൻട്രി ഗ്യാരണ്ടീസ് ആണ്. രണ്ടിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഫ്രീ എൻട്രി ഉണ്ട്. അതേപോലെ തന്നെ ഏൺ നോർമൽ പ്രോഫിറ്റ് ഇൻ ലോങ് റൺ ഈക്വിലിബ്രിയം. ലോങ് റൺ ഈക്വിലിബ്രിയത്തിൽ രണ്ടിനും എന്താണ്, നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അബ്നോർമൽ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കൊടുത്തു, രണ്ടാമത്തത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കൊടുത്തു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഹോമോജീനിയസ് പ്രൊഡക്ട്സുകളാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമുകൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിലോ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, മറ്റത് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് എ റിയൽ കൺസെപ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനോ ഇറ്റ് ഈസ് എ റിയൽ കൺസെപ്റ്റ്. അതെന്താണ്, ഒരു റിയൽ കൺസെപ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ അവിടെ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ദെൻ ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ the number of buyers and sellers is not so large. Okay, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉള്ളതുപോലെ ഏതിലില്ല, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അത്ര ലാർജ് അല്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ് ഓഫ് ദി മാർക്കറ്റ്. ഇവിടെ ബയേഴ്സിനും സെല്ലേഴ്സിനും മാർക്കറ്റിനെ കുറിച്ച് പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലോ ദേ ഡു നോട്ട് ഹാവ് കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദി പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ചും പ്രൊഡക്ട്സിനെ കുറിച്ചും കംപ്ലീറ്റ് നോളജ് ബയേഴ്സിന് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദി ഫേം ഈസ് പ്രൈസ് ടേക്കേഴ്സ്. ഫേംസ് എന്താണ്, പ്രൈസ് ടേക്കേഴ്സ് ആണ്. എന്നാൽ ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദി ഫേം ഈസ് പ്രൈസ് മേക്കേഴ്സ് ആണ്. ഓക്കെ, ഡിമാൻഡ് കർവ് ഈസ് ഹൊറിസോണ്ടൽ. Then in the case of monopolistic competition demand curve slopes downward slopes ആണ് വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ AR MR പാരലൽ ടു എക്സ് ആക്സിസ്. AR കേവും MR കേവും എക്സ് ആക്സിസ് OX ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. പ്രൈസ്, ഡിമാൻഡ്, AR MR എല്ലാം എന്താണ്, ഓൾ ആർ സെയിം ആണ്. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിൽ പ്രൈസ്, ഡിമാൻഡ് ആൻഡ് AR കേവ് എന്താണ്, സെയിം ആണ്. ബട്ട് MR ഈസ് ലെസ് ദാൻ AR. MR കേവ് എന്താണ്, ARന് താഴെയായിട്ടാണ് വരുന്നത്, ലെസ് ദാൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് വൺ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ സെല്ലിംഗ് കോസ്റ്റ് ഡു നോട്ട് പ്ലേ എനി റോൾ. സെല്ലിംഗ് കോസ്റ്റിന് വലിയ റോളൊന്നും ഏതിലില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലില്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിലോ സെല്ലിംഗ് കോസ്റ്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. എന്നാൽ ഇൻ ദി കേസ് ഓഫ് monopolistic competition selling cost have an important role. Selling cost എന്തുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് എന്നുള്ളതാണ്. These are the differences between perfect competition and monopolistic competition. ഓക്കെ, പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.